ഞാൻ എൻ്റെ ഈ വിഷയത്തെ 3 ഭാഗമാക്കിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭാഗം ഒരു പ്രബോധകൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ സൂറത്തുൽ അഹ്സാബിൻ്റെ 33-ാമത്തെ ഒരായത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീന വദഅ അദാഹും വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല എന്ന ആയത്തിൽ നിന്ന് ദഅവത്തിനെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആൻ വാക്യത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാഴിയാണ് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1,24,000 അമ്പിയാക്കളാണ് ലോകത്ത് വന്നിട്ടുള്ളത്. അവരെല്ലാവരും ദഅവത്തിന് വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് അമ്പിയാക്കളിൽ നിന്നാണ് ദഅവത്തിനെ പഠിക്കേണ്ടത്. അമ്പിയാക്കളെ നമ്മൾ പരിശോധിച്ചാൽ 100% മുസ്ലിങ്ങളല്ലാത്തവർ ഉള്ള നാട്ടിലേക്ക് നിയോഗിതരായ ആളുകളുണ്ട്. 100% മുസ്ലിങ്ങളായ ആളുകളിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരുണ്ട്. സയ്യിദുന ലൂത്ത് നബി അലൈഹിസ്സലാം അതിൻ്റെ ഉദാഹരണമാണ്. പകുതിയുള്ള നാട്ടിലേക്ക് നിയോഗിതരായ അമ്പിയാക്കളുണ്ട്. ഇങ്ങനെ അമ്പിയാക്കളിൽ നിന്ന് എല്ലാറ്റിനും മാതൃക കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ നബിയായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാതൃകകളെ മനസ്സിലാക്കേണ്ടത് എന്ന ആമുഖം പറയുകയാണ്. ഇന്നാ അർസൽനാക നബിയെ, നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ, സാക്ഷിയായിട്ട് എന്നതാണ് ഒന്നാമത്തെ ഭാഗം. സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ കണ്ടു പറയുക എന്നാണ്. നമ്മളൊരു ആക്സിഡൻ്റ് ഉണ്ടായി എവിടെയെങ്കിലും, അത് കണ്ടു, അതിന് സാക്ഷിയായാൽ നമ്മൾ കോടതി ചെന്നാൽ ആദ്യം ചോദിക്കും നീ കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സാക്ഷി പറയാമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭാഗം കാണുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടു പറയാൻ യഥാർത്ഥത്തിൽ കഴിയില്ല. അള്ളാഹുവിനെ ഒരാൾ മാത്രമാണ് ഈ ദുനിയാവിൽ വെച്ച് കണ്ടിട്ടുള്ളത്. അതുതന്നെ ദുനിയാവിലെന്ന് പറയാൻ പറ്റുമോ? മിഅ്റാജിൻ്റെ രാത്രിയിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഷാഹിദാകൽ എന്നതാണ്. ഷാഹിദാകാൻ കഴിയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. നബി തങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടു പറയാൻ പറ്റും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് യഥാർത്ഥത്തിൽ ആ ഷുഹൂദാണ്. ഈ ഷുഹൂദിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥയുണ്ട്. അത് സ്വർഗത്തിലാണ് യഥാർത്ഥത്തിൽ. അതിന് ലിഖാ എന്നാണ് പറയേണ്ടത്. പിന്നീടൊരു ദഅവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ അള്ളാഹുവിനെ കാണുമെങ്കിൽ പോലും കണ്ടു പറയാൻ സാധ്യമാവില്ല.